വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോ നമ്മൾ ക്രിസ്ത്യാനോടെ ഈ പാക്ക് എടുത്തിട്ടുണ്ട്. മറ്റേ പോർച്ചുഗലിന്റെ പാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ അത്യാവശ്യത്തിന് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതിലിപ്പോ ക്രിസ്ത്യാനോ ഉണ്ട്, അതുപോലെ തന്നെ ജാ ഫെലിക്സ് ഉണ്ട്, ബ്രൂണോ ഉണ്ട്, പിന്നെ വിട്ടിൻഹിയും, പിന്നെ അതുപോലെ തന്നെ നെവസൊക്കെയാണ് കേട്ടോ സ്റ്റാർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൂനോ മെൻഡസ് ഉണ്ട്, ജാ ആ, ജാവോ ക്യാൻസലും ഉണ്ട്. അപ്പൊ അത്യാവശ്യത്തിന് ഒരു കുഴപ്പമില്ലാത്ത ടീം നമുക്ക് 2000 കോയിൻസ് കൊടുത്ത് എന്തായാലും കിട്ടും കേട്ടോ. ഈ ക്രിസ്ത്യാനോയ്ക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 105 റേറ്റിംഗ് ആണ് ആള് പോണ്. പിന്നെ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. ഏകദേശം 41 വയസ്സായ കാർഡാണ്. പിന്നെ അഡ്വാൻസ് സ്ട്രൈക്കർ, പിന്നെ ഇതാട്ടോ ആളുടെ സ്റ്റാറ്റ്സ് വരുന്നത്. അപ്പൊ ആൾക്ക് അത്ര ഒപ്പി എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഒരു തിരക്കില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ആൾക്ക് വരുന്ന സ്കില്ല് നോക്കണം. ലോങ് റേഞ്ച് കളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, അക്രോബാറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വിൽ പവർ ആണ് ഇതിൽ മെയിൻ. ഓരോ അടിച്ച് ഇങ്ങനെ പവർ കൂടുകൊണ്ടിരിക്കും. ഡിവിഷൻ 3 ആണ്. അപ്പോ അങ്ങനെ നമുക്ക് ക്രിസ്ത്യാനോ വെച്ച് പെർഫോമൻസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ കാർഡ് ഓപ്പണന്റ് വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ കയ്യില് അയ്യോ ഗോളിയൊക്കെ പോക്കാണ്. ഇത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് സബും കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കണില്ല. ഇവരാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇവരെന്നെ വെച്ചിട്ട് മാക്സിമം കളിപ്പിക്കുക. അപ്പൊ റോയ് സിൽവ നമ്മളതിനെ പറ്റിക്കായിരുന്നാ മതി. ക്രിസ്ത്യാനോനൊന്ന് ജസ്റ്റ് ഒന്ന് ജയിച്ചില്ല കേട്ടാ. പിന്നെ നമ്മുടെ ഓപ്പോണന്റ് ടീം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അയ്യോ പെലെ, എംബാപ്പെ, റാഷ്ഫോർഡ്, ജെറാർഡ്, മെസ്സി, ചൗമിനി, എന്തായാലും നല്ല ടീമാട്ടാ. നമുക്ക് എന്തായാലും ഈ ടീം വെച്ചിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഗോൾ സ്കോർ ചെയ്യുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. സൗണ്ട് കുറയ്ക്കാം. ചിലപ്പോ എന്തായാലും നല്ല സീനാവും. ഞാൻ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോ നമ്മുടെ ക്രിസ്ത്യാനോ ടു നെവസ് ടു ന്യൂനോ മെൻഡസ് ടു ഫെലിക്സ്, ഫെലിക്സ്. പോട്ടെ. വിളിക്കാടെ ക്രോസ് ഉണ്ട്. വിറ്റിൻഹ ടു നെവസ് ടു ക്രിസ്ത്യാനോ, റോണോ. ഓ, ഇന്റർസെപ്റ്റ് ചെയ്തോട്ടാ, ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിൽവ, എംബാപ്പെ, റാഷ്ഫോർഡ് ബ്ലോക്കി, റാഷ്ഫോർഡ് ടു നൂനോ മെൻഡസ്. മിസ് പാസ് എല്ലാം ആള് ഫോം ഔട്ട് ആട്ടാ. ആന്റോണിയോ സിൽവ ടു വിറ്റിൻഹ ടു നെവസ് ടു വിറ്റിൻഹ ടു നമുക്കൊരു ത്രൂ പാസ് കൊടുക്കാം. പെലെ അവിടെയാണ് പന്ത്. വിഷയം കാർഡ്സ് ആണ് വരി. അവിടെയാണ് പന്ത്. അവർക്കാണ് കളിയിലൊരു മെയിൻ ആധിപത്യം ഇട്ടാ. നമ്മൾ ഫസ്റ്റത്തെ ഗോളാണ്. നവസ് നമുക്കൊരു മിസ് പാസ് ആണ്. നമ്മൾ കാട്ടിയതൊരു പൊട്ടത്തരാണ്. റാഷ്ഫോർഡ്, ചൗമിനി, നല്ല ക്രിസ്ത്യാനോ. എടാ ഇവരുന്ന് പന്തെടുക്കണ്ടടാ. നെക്സ്റ്റ് പെലെ, ബ്രൂണോ ടു ക്രിസ്ത്യാനോ. പൊള്ളി സാധനം. നമ്മൾ ഫസ്റ്റത്തെ ഗോൾ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊരു ക്രിസ്ത്യാനോനെ വെച്ചിട്ട് തന്നെ ഒരു നക്കൽ ഷോട്ട് അടിച്ചിട്ട് നമ്മൾ ഗോളാക്കിണ്ട് കേട്ടാ. അപ്പൊ നമ്മള് ഈ സീരീസിന്റെ ഫസ്റ്റ് ഗോളാണ്. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാതെ ഒരു കളി കളിക്കുന്നത്. ആ ബ്രൂണോടെ പാസ് എന്തായാലും സെറ്റായി. ചൗമിനി, ബ്ലോക്ക് ചെയ്തു. ക്രിസ്ത്യാനോ ടു ബ്രൂണോ. എടാ ഞാനൊന്ന് പേടിച്ചു. നമുക്ക് ഇപ്പം പോരാട്ടാ, നമ്മുടെ പെട്രോനെറ്റ് പോരാ. അത്ര ഒരു കളി കളിക്കുന്നില്ല, എന്താണ് അറിയില്ല. വേൾഡോനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നെറ്റോ വിറ്റിൻഹ ടു ബ്രൂണോ ടു ക്രിസ്ത്യാനോ. കിട്ടിയില്ല. ഏയ്
കിട്ടെളുപ്പല്ല. പെലെ പെലെ. ഓ ഓ പെലെ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഡിഫൻസ് നമ്മൾ നന്നായിട്ട് അത്ര പെർഫോം ചെയ്യുന്നില്ല, അതാണ് നമ്മുടെ ഒരു പ്രശ്നം. Navas, Navas to Silva, Silva to Mendes, Mendes to Joao Felix, Joao Felix to ഏയ് ക്രോസ് കൊണ്ട് വർക്കാവില്ല കേട്ടോ. ആടാ ബ്ലോക്ക് ബ്രൂണോ ക്രിസ്ത്യാനോ എടുക്കടാ. ഓ ഡേയ് ഓ ഫസ്റ്റത്തെ മാച്ചപ്പ് ലോസ് ആണ് കേട്ടാ. 1-2 വേറെ അതിന് മാറ്റൊന്നുമില്ല. നമുക്ക് ഈ ടീം വെച്ചിട്ടൊന്ന് കളിപ്പിച്ചോ കേട്ടാ. ബാക്ക് ടു പെട്രി, പെട്രി ടു ഡിലൈറ്റ്. ഇനി ടിംബർ എടുത്തു, ടിംബർ ടു ക്രിസ്ത്യാനോ. പൊളി ഫസ്റ്റത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടാ. അതും സെറ്റ് ഗോള്, ലോങ് റേഞ്ചർ ഗോള്. അയ്യോ പൊളി ഗോള്. ക്രിസ്ത്യാനോ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. അവരുടെ ടച്ചാണ് പെഡ്രി, പെഡ്രി ടു സ്നൈഡർ, സ്നൈഡർ ടു ക്രൈസ്. ബ്രൂണോ ടു ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ ടു പെലെടുത്ത്. ആ അവിടത്തേക്കാണ് ഹാറി. ഓ ഫെലിക്സ്, പുള്ളി കാണാം. സെക്കൻഡ് ഗോള് ക്രിസ്ത്യാനോ. ഒരു 5 man ഡിഫൻസ് ആണ്, അതാണ് നമുക്കൊന്ന് പ്രശ്നം. അപ്പൊ നമ്മൾ പറയാ നമ്മളിപ്പോ ക്രിസ്ത്യാനോനെ വെച്ചിട്ട് കളിപ്പിച്ച് നോക്കി 2 മാച്ച്. അപ്പൊ അതിൽ ടോട്ടലി ഒരു 3 ഗോളും ഒരു അസിസ്റ്റുമാണ് ക്രിസ്ത്യാനോട് കോൺട്രിബ്യൂഷൻ. ഞാൻ പറയാച്ചെങ്കിൽ ഈ പാക്കില് ക്രിസ്ത്യാനോ കുഴപ്പമില്ല, പിന്നെ പോലെ ജാവോ ഫെലിക്സ് വലിയ കുഴപ്പമില്ല, പിന്നെ പോലെ വിട്ടിൻഹോ വലിയ കുഴപ്പമില്ല, നവസ് വലിയ കുഴപ്പമില്ല, ജാവോ ഗാൻസിലും കുഴപ്പമില്ല. അപ്പൊ വേറെ ആരും എനിക്ക് അത്ര കാര്യമായിട്ട് തോന്നിയില്ല, പ്രത്യേകിച്ച് ഗോൾ കീപ്പർ അതുപോലെ തന്നെ പെഡ്രോ, അവരൊന്നും തീരെ പെർഫോമൻസ് ഇല്ല. ഒരു 2000 കോയിൻസിന് എടുക്കണമെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോനെ അത്ര താല്പര്യം കളിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ക്രിസ്ത്യാനോക്ക് വേണ്ടി കുറെ കാലം വെയിറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ എന്തായാലും എടുക്കാം. കാരണം ആള് അടിച്ചെന്തായാലും ഗോളാണ്, പക്ഷെ ടൈറ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവാണെന്ന് മാത്രം. അപ്പൊ അതൊന്നും നോക്കിയിട്ട് നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും, മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ ഈ പാക്കിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 6 അല്ലെങ്കിൽ ഒരു 7 കൊടുക്കുള്ളൂ. കാരണം ഇതിൽ കുറച്ച് പ്ലേയേഴ്സ് ആണ് അത്യാവശ്യത്തിന് നല്ലതുള്ളൂ, ബാക്കിയുള്ള ആരും അത്ര കണ്ട് പോരാ. അപ്പോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ഗോൾസ് ക്രിസ്ത്യാനോനെ വെച്ച് സ്കോർ ചെയ്യാൻ പറ്റി. ഏകദേശം 3 ഗോൾ സ്കോർ ചെയ്തു. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഇനി നമ്മുടെ ഇതുപോലത്തെ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.